ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശ്വാസത്തോടെ ചോദിച്ചു വാങ്ങാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം ദൈവകരങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ദൈവവചനം ഇതാ നമുക്ക് സ്വീകരിക്കാം, കാണാപ്പാഠം പഠിക്കാം, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യമാണത്. ഈശോ മർത്തായോട് ചോദിക്കുന്ന ചോദ്യം ഇതാ. മർത്തയുടെ ജീവിതത്തിൽ അവളുടെ സഹോദരൻ മരിച്ചുപോയി, ഇനിയൊരു പ്രതീക്ഷയില്ലാണ്ട് ദുഃഖത്തിലും കണ്ണുനീരി കഴിയുമ്പോൾ ഇതാ ഈശോ അവളോട് ചോദിക്കുവാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? ഈശോ ചോദിക്കുക, നിനക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ? നിൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് നീ കരുതുന്ന ഈ കാര്യത്തിൻ്റെ മേൽ എനിക്ക് ഇടപെടാൻ പറ്റും, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ പ്രാർത്ഥിച്ച, നീ പറഞ്ഞ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഞാനെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവമഹത്വം ഉണ്ടാവും. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ അസാധ്യമായ, ഇനിയൊരു വഴിയില്ലാത്ത പല കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് നമ്മൾ ഓരോരുത്തരും കർത്താവായ യേശു വിശ്വസിക്കുന്നവരല്ലേ, കൂദാശ സ്വീകരിക്കുന്നവരല്ലേ? അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, നീ സർവ്വശക്തനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോ, നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, എൻ്റെ വിശ്വാസത്തെ പരിഗണിച്ച്, ഞാൻ ഏറ്റുപറയുന്ന വിശ്വാസത്തെ പരിഗണിച്ച് ഈ ദൈവവചനം, എന്താ വചനം പറയുക? നീ വിശ്വസിച്ച ദൈവമഹത്വം നിന്നിൽ പ്രകടമാകും, നീ ദർശിക്കും. ഈശോയെ, ഈ പറഞ്ഞ ദൈവവചനം എൻ്റെ മേൽ പൂർത്തീകരിക്കപ്പെടണം എന്ന് പറഞ്ഞ അവകാശം നമുക്ക് പ്രാർത്ഥിക്കാം. വചനം ഏറ്റുപറയുക. വചനം ഏറ്റുപറഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം, നമ്മുടെ ജീവിതത്തിലെ വേദന അത് ഈശോയുടെ കയ്യിലേക്ക് വെച്ചിട്ട് ഈ പ്രശ്നത്തിൻ്റെ മേൽ, ഈ കാര്യത്തിൻ്റെ മേൽ ദൈവമഹത്വം എനിക്ക് ദർശിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസ ജീവിതത്തിൽ ഒരു കുറവുമില്ലാണ്ട് നമുക്ക് കാത്തു സൂക്ഷിക്കണം. വിശ്വാസിച്ച് നമ്മുടെ ആവശ്യപ്പെടുന്ന പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ആയിക്കോട്ടെ, വ്യക്തിപരമായ പ്രാർത്ഥന ആയിക്കോട്ടെ, കുംഭസാര ആയിക്കോട്ടെ, വിശുദ്ധവാനായിക്കോട്ടെ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തുള്ള ജീവിതത്തിൽ കുറവുമില്ലാണ്ട് മുന്നോട്ട് പോയിട്ട് അവകാശത്തെ നമുക്ക് പറയാം. ദൈവത്തിൻ്റെ വചനം നമുക്കത് നൽകുക തന്നെ ചെയ്യും. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.